നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കനത്ത ചൂടിലൊരുങ്ങി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെട്ടേക്കും. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് പുലി ഇറങ്ങിയത്. പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നു. ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാക്കൾ മരിച്ചു. കൊല്ലം തേനി ദേശീയപാതയിൽ കുണ്ടറ നാന്തിരിക്കൽ സെന്റ് റീത്താസ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. വെള്ളിമൺ സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത്. എൽനിനോയെ തുടർന്ന് സംസ്ഥാനത്ത് കാലവർഷം കുറയാൻ സാധ്യത. ഇടവപ്പാതി മഴയിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ദീർഘകാല ശരാശരിയുടെ 92% മഴ ലഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത ചൂടിലൊരുങ്ങി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിൽ ഒന്നായി കൊല്ലം മാറിക്കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. വായുവിലെ ഈർപ്പവും ചൂടും ഒരുമിച്ച് വരുന്നതിനാൽ യഥാർത്ഥ താപനിലയേക്കാൾ 5 മുതൽ 7 വരെ ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പുറം ജോലികളിൽ ഏർപ്പെടേണ്ടി വരുന്ന നിർമ്മാണ തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഗിഗ് തൊഴിലാളികൾ, വഴിയോര വിൽപ്പനക്കാർ തുടങ്ങിയവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ചൂട് കൂടുതലാണെങ്കിലും അൾട്രാവയലറ്റ് സൂചികയിൽ കൊല്ലം ജില്ലയിൽ നിലവിൽ കുറവുണ്ടായിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള ഓറഞ്ച് അലർട്ട് പട്ടികയിൽ നിന്ന് യെല്ലോ അലർട്ടിലേക്ക് ജില്ല മാറി. എങ്കിലും ജാഗ്രത അനിവാര്യമാണ്. UV ഇൻഡെക്സിൽ 8-ൽ നിന്ന് 7-ലേക്കാണ് കുറഞ്ഞത്. സൂര്യപ്രകാശത്തിനൊപ്പം ഭൂമിയിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ അളവാണ് ഈ സൂചിക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. വെയിൽ കനത്തതോടെ ചൂടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നുമുള്ള വാട്സാപ്പ് സന്ദേശമാണ് പ്രചരിക്കുന്നത്. കേരളത്തിൽ താപനില 54 ഡിഗ്രിയാകുമെന്ന് ഇതുവരെയും കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകൾ പ്രവചിച്ചിട്ടില്ല. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ചൂടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ് പുനലൂരിനെ കനലാക്കി നിലനിർത്തുന്നത്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടതും എന്നാൽ താഴ്ന്ന പ്രദേശമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഇടമാണ് പുനലൂർ. ഇത് കാറ്റിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുകയും ചൂടുള്ള വായു അവിടെ തന്നെ തങ്ങി നിൽക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മലനിരകൾക്ക് താരതമ്യേന ഉയരം കുറവായതിനാൽ ആര്യങ്കാവിലൂടെ തമിഴ്നാട്ടിലെ കാറ്റ് കടന്നു വരുന്നതും തീരപ്രദേശത്ത് നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ തണുത്ത കടൽക്കാറ്റ് ഇവിടേക്ക് എത്താത്തതും താപനില ഉയരാൻ ഇടയാക്കുന്നു. മഴമേഘങ്ങളുടെ സാന്നിധ്യമില്ലാത്തതും ചൂടുകൂടാൻ കാരണമാണ്. വടക്കൻ അറബിക്കടലിൽ നിന്നുള്ള എതിർചക്രവാതവും ചൂടുകൂടിയ വായു സഞ്ചാരവും ചൂട് വർദ്ധിക്കാൻ മറ്റൊരു കാരണമാണെന്നും കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ പറയുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ തിങ്കളാഴ്ച 36.6 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാക്കൾ മരിച്ചു. കൊല്ലം തേനി ദേശീയപാതയിൽ കുണ്ടറ നാന്തിരിക്കൽ സെന്റ് റീത്താസ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. വെള്ളിമൺ സ്വദേശികളായ അമൽ, അജീഷ് മോൻ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. കൊല്ലം തേനി ദേശീയപാതയിൽ കുണ്ടറ നാന്തിരിക്കൽ സെന്റ് റീത്താസ് പള്ളിക്ക് സമീപമാണ് ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ യുവാക്കൾ മരിച്ചത്.
വെള്ളിമൺ വ്ലാവേത്ത് PHSക്ക് സമീപം വ്ലാവേത്ത് വടക്കതിൽ വീട്ടിൽ 23-കാരനായ അമൽ, വെള്ളിമൺ കൈതാകോടി അജീഷ് ഭവനിൽ 23-കാരനായ അജീഷ് മോൻ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 12ഓടെയായിരുന്നു അപകടം. അഞ്ചാലുംമൂട് ഭാഗത്തു നിന്നും കുണ്ടറയിലേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന അമൽ തെറിച്ചു വീണ് തൽക്ഷണം മരിച്ചു. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന അജീഷിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ 3 മണിയോടെയാണ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 19 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 3 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണനല്ലൂർ, മുഖത്തല, നെടുമ്പന സ്വദേശികളാണ് അറസ്റ്റിലായത്. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് 19 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. കണ്ണനല്ലൂർ ഷർമി മൻസിലിൽ ഷഹാർ, മുഖത്തല പാങ്കോണം കടയിൽ വീട്ടിൽ അജ്മൽ, നെടുമ്പന അജ്മൽ മൻസിലിൽ അമൽ എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. തടത്തിൽ ജംഗ്ഷന് സമീപത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കളുടെ സംഘം തട്ടുകട ജീവനക്കാരനെയും സമീപത്ത് നിന്നിരുന്ന ആളെയും ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഷഹാർ കത്തികൊണ്ടും അജ്മൽ കമ്പിവടി കൊണ്ടും ഇവരെ ആക്രമിച്ചു. ഇവർ നടത്തിയ അക്രമം ഫോണിൽ ചിത്രീകരിച്ചു എന്നാരോപിച്ചാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബിനു എന്ന യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇയാളുടെ ഫോണും തകർത്തു. തുടർന്ന് പ്രതികൾക്കെതിരെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 2 പേരെക്കുറിച്ച് കൂടി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ACP അനുരൂപിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ SI ഇൻസമാം, CPOമാരായ ചന്തു, അരുൺകുമാർ, ഹരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചൽ പുനലൂർ റോഡിൽ വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അഞ്ചൽ പുനലൂർ റോഡിൽ അഗസ്ത്യക്കോട് കലിംഗ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടമുണ്ടായത്. കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. അഞ്ചലിൽ നിന്നും പുനലൂരിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മക്കളോട് പിണങ്ങി ജീവനൊടുക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയ വയോധികന്റെ രക്ഷകരായി ജീവകാരുണ്യ പ്രവർത്തകരും പോലീസും. ആലപ്പുഴ അരൂർ സ്വദേശിയായ കരുണാകരനാണ് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും രക്ഷകരായത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPF ആണ് ഇയാളെ കണ്ടെത്തിയത്. ദിവസം നമ്മുടെ കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരു 56 വയസ്സുള്ള ചേട്ടനാണ്. അപ്പോൾ ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ ഫാമിലി, ബന്ധുക്കളും മക്കളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അവരുടെയൊക്കെ വീട്ടിൽ കയറ്റാതെയും അവരുടെയൊക്കെ ഉപദ്രവം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചാണ്. 2-3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ട് നമ്മുടെ കൈകളിലെത്തി. അങ്ങനെ നമ്മള് ഗണേശേട്ടനെ വിളിച്ചിട്ട്, ഗണേശേട്ടൻ ശ്യാം ഉണ്ട്, അവരെ വിളിച്ചിട്ട് ഏൽപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് ഹൃദയപൂർവ്വം സുരക്ഷിതമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മക്കൾ സംരക്ഷിക്കാത്തതിനാൽ ആർക്കും ഭാരമാകാനില്ലെന്ന് തീരുമാനിച്ച് ജീവനൊടുക്കാനായി വീട്ടിൽ നിന്നുമിറങ്ങിയ വയോധികനാണ് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും രക്ഷകരായത്. ആലപ്പുഴ അരൂർ ലക്ഷം വീട് ഉന്നതിയിലെ കളപ്പുരയ്ക്കൽ കരുണാകരൻ എന്ന 85 വയസ്സുകാരനാണ് ജീവനൊടുക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എറണാകുളത്തും കോട്ടയത്തും മീനച്ചിലാറിന്റെ തീരത്തും ജീവനൊടുക്കാൻ ശ്രമം നടത്തി. എറണാകുളത്തേക്ക് കായലിൽ ചാടാൻ ശ്രമിച്ചെങ്കിലും കമ്പിവേലി തടസ്സമായതോടെ അതും പരാജയപ്പെട്ടു. ഇവിടെ നിന്ന് പോലീസ് രക്ഷപ്പെടുത്തി കോട്ടയം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മകന്റെ ഫോൺ നമ്പർ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആരും എത്തിയില്ല. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ കരുണാകരൻ ട്രെയിനിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര തുടരുകയായിരുന്നു. ഒടുവിൽ കൊല്ലത്തെത്തി. അവരിപ്പോ പോലീസ് സ്റ്റേഷനിലാവും. അവരെ വിട്ടുകാരിയിൽ ആലപ്പുഴ പരാതി കൊടുത്തു. അരൂർ പോലീസ് സ്റ്റേഷനിൽ അവരെ പിടിക്കല. ഞാൻ അങ്ങനെ തന്നെ എഴുതിയേക്കണം സാറേ. അവരെ ഇത്തിരി പച്ചവെള്ളം ചോദിച്ചാൽ മുഖത്തിട്ട് മരവോളം തുപ്പും. അതൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ. എന്റെ മക്കള് 3 പേര് എന്നെ തല്ലണത്. അത് പിടിയല അറിയോ. ഇവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. തിരിച്ചറിയൽ കാർഡും അനുബന്ധ രേഖകളും നഷ്ടപ്പെട്ടതോടെ വിഷമിച്ച റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന കരുണാകരനെ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത്.
കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ റെയിൽവേ പോലീസ് ആത്മഹത്യാശ്രമത്തിൽ നിന്നും ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശനെയും വിളിച്ചു വരുത്തി. ഗണേശൻ, ബാബു, ശ്യാംഷാജി, മനോജ് എന്നിവരുമായി സംസാരിച്ചു. ഒടുവിൽ അഗതി മന്ദിരത്തിൽ താൽക്കാലികമായി പാർപ്പിക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയായിരുന്നു. ശാസ്താംകോട്ടയിലെ ഫാദർ മനോജ് കോശി വൈദ്യന്റെ ഉടമസ്ഥതയിലുള്ള കാർമൽ സ്നേഹനിലയത്തിന്റെ സംരക്ഷണയിലേക്കാണ് കരുണാകരനെ എത്തിച്ചത്. ബന്ധുക്കൾ ആരെങ്കിലും എത്തുന്നതുവരെ ഇദ്ദേഹം സുരക്ഷിതനായി ഇവിടെ കഴിയുമെന്ന് ഫാദർ മനോജ് കോശി വൈദ്യൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്നേഹനിലയത്തിന് പുതിയ ഒരു അതിഥിയെ കൂടി ഇന്ന് പ്രിയപ്പെട്ട ഗണേശേട്ടനും ഞങ്ങളുടെ സ്വന്തം ശ്യാമും കൂടി കൊണ്ടുവരികയാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ളത് നമുക്കൊരു ആത്മനൊമ്പരം തന്നെ. പക്ഷെ ഒരാളെയും കൂടെ കിട്ടുമ്പോൾ ഒരാളെയും കൂടെ കരുതാൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. നമ്മുടെ ഗണേശേട്ടന്റെയും ശ്യാമിന്റെയൊക്കെ അറിവിൽ നിന്നും പകർന്നു തന്നത് ഈ പ്രിയപ്പെട്ട കരുണാകരൻ ചേട്ടൻ, ഞങ്ങളുടെ കരുണാകരൻ ചേട്ടനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി. കേട്ടോ, വിഷമമൊന്നും വേണ്ട. ഇനി ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നിടത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കരുണാകരൻ ചേട്ടന് ഞങ്ങളോടൊപ്പം കുറെ കൂട്ടുകാരുണ്ട് ഇവിടെ. കേട്ടോ, താമസിക്കാം. അപ്പോ നല്ലൊരു ദിവസം ആകട്ടെ. പ്രത്യേകിച്ചും നിങ്ങളുടെ ദൗത്യങ്ങൾ തുടർന്ന് തന്നെ പോകട്ടെ. ദൈവം നിങ്ങളുടെ മേഖലയും അനുഗ്രഹിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജലചൂഷണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ചവറ പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കുടിവെള്ള കമ്പനിയായ ജിതിൻ ഇൻഡസ്ട്രീസിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അനുമതി നൽകിയിട്ടുള്ളതിനേക്കാൾ ജലം എടുക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കമ്പനി അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ വേനൽക്കാലത്ത് എല്ലാ നടപടികളെയും മറികടന്ന് വീണ്ടും ജലചൂഷണം നടത്തുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ചവറ മുകുന്ദപുരം പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന ജിതൻ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിട്ടുള്ളത്. അളവിൽ കൂടുതലായി വൻതോതിൽ ജലചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സ്ഥാപനത്തിന് ലൈസൻസോ മതിയായ രേഖകളോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ജലചൂഷണത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഗ്രൗണ്ട് വാട്ടർ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റുകളോ എത്ര വെള്ളമെടുക്കാം എന്നതിൻ്റെ സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതെയാണ് നിലവിൽ ജിതിൻ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചവറ പട്ടത്താനത്ത് പ്രവർത്തിക്കുന്ന ജിതിൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന വാട്ടർ കമ്പനി ഇവിടുന്ന് വെള്ളം എടുത്ത് പ്യൂരിഫൈ ചെയ്ത് പുറത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എൻ്റെ കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ വലിയ സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നതിൽ നിന്നും വലിയ കൂടുതൽ തോതിലുള്ള വെള്ളം ടാങ്കർ ലോറി പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് നാട്ടുകാർ പ്രശ്നവുമായി വന്നത്. ആദ്യ ദിവസം ടാങ്കർ ലോറി വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ തടയുകയും ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന് മാനേജരും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പറയുകയും ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും വലിയ ടാങ്കർ ലോറി 6000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കർ ലോറിക്കകത്താണ് വീണ്ടും വെള്ളം കൊണ്ടുപോകാനായിട്ട് വന്നത്. ഇതിനെ നാട്ടുകാർ എതിർക്കുകയും കളക്ടർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി കൊടുത്ത് പോലീസിൽ വിളിച്ച് കളക്ടറും വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് കാലാനുസൃതമായ ലൈസൻസുകളോ ബാക്കി ടെസ്റ്റുകളോ ഒന്നും നടത്തിയിട്ടില്ല. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റും ടെസ്റ്റുകൾ നടത്തുകയോ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് എത്ര വെള്ളം എടുക്കാമെന്നുള്ളതിൻ്റെ ഈൽഡ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് പുതിയ ഈൽഡ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. അതുവരെ കമ്പനി അടച്ചിടാനായിട്ട് ജില്ലാ കളക്ടറും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം നിർദ്ദേശം കൊടുത്തതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ റിസൾട്ട് കിട്ടുന്നതിന് മുൻപായിട്ട് തന്നെ ഈ വെള്ളക്കമ്പനി വീണ്ടും തുറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുന്നതുവരെ കമ്പനി അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് മതിയായ രേഖകളില്ലാതെ വീണ്ടും കമ്പനി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. കടുത്ത വേനലിൽ വീണ്ടും കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറ്റിലെ ജലനിരപ്പ് കുത്തനെ താഴുന്ന സ്ഥിതിയുണ്ട്. പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലേക്ക് സ്വകാര്യ കമ്പനി മാറുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അളവിൽ കൂടുതലായി ഇവർ ജലം ശേഖരിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ കുടിവെള്ള കമ്പനിയുടെ പ്രവർത്തനം നടത്തുന്നതിനെതിരെയാണ് ജനങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത്. നിയമാനുസൃതമായ രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ട് ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചില്ല. ഈ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കാതെയും കളക്ടറുടെ ഉത്തരവ് കിട്ടാതെയും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റ് നടത്താതെയും അതിൻ്റെ ഈൽഡ് സർട്ടിഫിക്കറ്റ് കിട്ടാതെയും പഞ്ചായത്തിൻ്റെ ലൈസൻസ് വാങ്ങാതെയും ഈ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങാനായിട്ട് ഇവിടെ സ്റ്റാഫും എല്ലാം വന്നു. നാട്ടുകാർ വലിയ പ്രക്ഷോഭവുമായിട്ട് ഇവിടെ വന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഒത്തുകൂടി. കാരണം ആ പ്രദേശത്തെ ഇതിൻ്റെ പരിസരവാസികളുടെ കിണറ്റിലെ വെള്ളം വളരെ വലിയ തോതിൽ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ്. അവർക്ക്
കുടിവെള്ളത്തിന് പോലും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ബുദ്ധിമുട്ടിയപ്പോൾ അവരിന്ന് രാവിലെ വന്ന് ഈ കമ്പനിയിൽ തടസ്സം സൃഷ്ടിക്കുകയും ഇവർ ഇതിൻ്റെ നിയമാനുസൃതമായ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് മാത്രമേ കമ്പനി പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശിച്ചു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ മാനേജരും മറ്റും വളരെ മോശപ്പെട്ട രീതിയിലാണ് പൊതുജനങ്ങളോടും ഒക്കെ പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. എൽ നിനോയെ തുടർന്ന് സംസ്ഥാനത്ത് കാലവർഷം കുറയാൻ സാധ്യത. ഇടവപ്പാതി മഴയിൽ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 92% മഴ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഏതാനും ദിവസങ്ങളിൽ വികേന്ദ്രീകൃത മഴ ലഭിച്ചാൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമാകും. തെക്കുപടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തും സംസ്ഥാനത്തും പൊതുവെ കുറവാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം എന്ന് വിളിക്കുന്ന ഇടവപ്പാതി ഉണ്ടാവുക. ജൂൺ ജൂലൈയിൽ തന്നെ എൽ നിനോ പ്രതിഭാസം രൂപപ്പെടാം. പസഫിക് സമുദ്രോപരിതലം അസാധാരണമായി ചൂടാകും. രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 92% മഴ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കേരളത്തിൽ ഉഷ്ണതരംഗം ഉണ്ടായത് 2016-ലും 2024-ലുമാണ്. ഇവ രണ്ടും എൽ നിനോ വർഷങ്ങളായിരുന്നു. ഏതാനും ദിവസങ്ങളിൽ പെയ്തൊഴിയാതെ സീസൺ മുഴുവൻ വികേന്ദ്രീകൃതമായ രീതിയിൽ മഴ ലഭിച്ചാൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായേക്കും. കാലവർഷം എന്നു മുതൽ തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടില്ല. മെയ് ആദ്യമായിരിക്കും ഈ പ്രവചനം. കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണ തോതിലായിരിക്കുമെന്നാണ് സ്കൈമെറ്റ് എന്ന സ്വകാര്യ ഏജൻസി പ്രവചിച്ചത്. കേരളത്തിലെ മഴയെയും താപനിലയെയും എൽ നിനോ ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ പറയുന്നത്. ഇടവപ്പാതിയുടെ രണ്ടാം പകുതിയിൽ മഴ കുറവാകാനാണ് സാധ്യത. കേരളത്തിൽ ഇത്തവണ വേനൽ മഴയിലും കുറവുണ്ട്. ന്യൂസ് ഡെസ്ക്. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് പുലിയിറങ്ങിയത്. കാട്ടുപൂച്ചയെ പുലി ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തു. പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താൻ ശ്രമം തുടരുകയാണ്. ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത്. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് ഞായറാഴ്ച രാത്രി പുലിയെ കണ്ടത്. ബിന്ദു ഭവനിൽ രാധാമണിയുടെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. കാട്ടുപൂച്ചയെ പുലി ഓടിച്ചിട്ട് പിടികൂടുന്നത് വീട്ടുകാർ നേരിൽ കണ്ടു. കാട്ടുപൂച്ചയ്ക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചത്തു. പഞ്ചായത്ത് അംഗം KP രാജുവിന്റെ നേതൃത്വത്തിൽ പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് വനപാലക സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെയും പ്രദേശത്ത് പശു, പട്ടി ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ പുലി, ആന, കാട്ടുപോത്ത് എന്നിവയുടെ ഉൾപ്പെടെ ശല്യം രൂക്ഷമാണ്. വനംവകുപ്പ് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഞങ്ങളാണെങ്കിൽ ഈ പട്ടിയുടെ അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇവിടെ പട്ടിയാണ് എന്താണെന്ന് മനസ്സിലായില്ല, അലക്കുന്നതായിട്ട്. അന്നേരം നോക്കിയപ്പം പാക്കാണ്ട് ആദ്യം മനസ്സിലായില്ല പുലിയാണ്, പൂച്ചയാണ്, പട്ടിയാണ് കടികൂടുമെന്ന് വിചാരിച്ച്. അന്നേരം നോക്കിയപ്പോഴാണെങ്കിൽ പുലിയും പാക്കാണ്ടായെന്ന് മനസ്സിലായി. അന്നേരം ഞാനാണെങ്കിൽ അച്ഛനെ വിളിച്ച്, അന്നത്തേന് അച്ഛൻ അവിടെ പുലിയാണ് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും വന്ന് അന്നത്തെ അതിന് മുന്നേ അത് അവിടുന്ന് ചാടി ആ വീടിൻ്റെ തിണ്ണയുടെ അതുവഴി അങ്ങോട്ട്. ഒരു 9 മണി സമയമായപ്പോഴാണ് ആൾക്കാർ വിളിക്കുന്നത്, പുലി കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം തന്നെ ഞാൻ ഓടി ഈ പുലിയെ കണ്ട സ്ഥലത്തെത്തി. ഞങ്ങൾ ഇവിടെല്ലാം നോക്കി ഇങ്ങനെ മേപ്പോട്ട് കാട്ടിനകത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കാട്ടുപൂച്ചയെ നല്ലവണ്ണം കടി കൊണ്ട് ചാവറ കിടക്കുമായിരുന്നു. അതിപ്പോൾ ചത്തു. ആ കാട്ടുപൂച്ച കടിക്കുന്നതാണ് ഇവിടെ നിന്ന് നാട്ടുകാർ കണ്ടത്. തൊട്ടടുത്ത വീട്ടിലെ രാധാമണിയും അവരുടെ മക്കളും എല്ലാവരും കണ്ടു. നല്ല വ്യക്തമായിട്ട് പുലിയാണെന്ന് കണ്ടവർ. എന്തായാലും ഇതൊരു അംബേദ്കർ കോളനിയാണ്, അംബേദ്കർ ഗ്രാമമാണ്. എല്ലാവരും അടുത്തടുത്ത് തിങ്ങി പാർക്കുന്നൊരു മേഖലയാണ്. ഈ പുലിയുടെ ഒരു സാന്നിധ്യം അത് എന്തായാലും എല്ലാവർക്കും ഒരു ഭയമാണ് ഉള്ളിലുള്ളത്. എല്ലാ നാട്ടുകാർക്കെല്ലാം ആകെ ഒരു ഭയത്തിലാണിപ്പം. കാരണം ഇത്രയും ജനവാസ കേന്ദ്രമായ സ്ഥലത്ത് പോലും വന്യജീവികൾ ഇറങ്ങി തുടങ്ങിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അധികാരികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട്, ഫോറസ്റ്റുകാരൊക്കെ വരുന്നുണ്ട്. ഇതിനെ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഈ പുലിയെ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചേ മതിയോ. കാരണം ഏതാണ്ട് 100-500 കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നൊരു മേഖലയാണ്. മാങ്കോട് വാർഡാണ്, അംബേദ്കർ കോളനിയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ഭീതിയിലും വിഷമത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തൃശൂർ പൂരത്തിന് തിടമ്പേറ്റാൻ തൃക്കടവൂരിന്റെ അഭിമാനമായ തൃക്കടവൂർ ശിവരാജു എത്തുന്നു. ഇതോടെ ആനപ്രേമികൾ ആവേശത്തിലാണ്. വൈദ്യപരിശോധനകൾ പൂർത്തിയായതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്.
ആനപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ തൃക്കടവൂർ ശിവരാജു ഇത്തവണ തൃശൂർ പൂരത്തിന് പൂരത്തിടം പേറ്റും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ നായകനാകാനുള്ള തയ്യാറെടുപ്പിലാണ് ശിവരാജു. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ക്ഷണക്കത്തിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ വിദഗ്ധ ഡോക്ടർമാരുടെ യോഗം അനുകൂല റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നാലെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവിറക്കുകയും ചെയ്തു. ഇതോടെ പാറമേൽക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത് ശിവരാജു തന്നെയാണെന്ന് ഉറപ്പായി. ഇനി തൃശ്ശൂരിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. ക്ഷേത്ര ഭരണസമിതിക്ക് നേരത്തെ അമ്പലത്തിൽ പോയി തിടമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ശിവരാജു. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം കമ്മിറ്റിക്ക് മാത്രമല്ല, നമ്മൾ കരയിലുള്ള 8 കരയിലുള്ള ആൾക്കാർക്ക് ഇതൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. അത് പല ആൾക്കാരും പോകാനായിട്ട് തയ്യാറെടുത്ത് കാണാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൃക്കടൂരപ്പൻ്റെ സഹായത്താൽ ഇനിയും ശിവരാജുവിന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കടന്നിട്ടാണ് അവൻ ഈ വിധത്തിൽ എത്തിയിരിക്കുന്നത്. യാത്രയായപ്പോൾ മാത്രമല്ല, തിരിച്ച് വരുമ്പോഴും നമ്മളൊരു സ്വീകരണവും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിന് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ തിടമ്പേറ്റാനുള്ള അവസരം ഇപ്പോൾ കിട്ടിയതിൽ ഇവിടുത്തെ ഈ ആനക്കാർക്കെല്ലാം ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. ഗജരാജരത്നം ശിവരാജുവിനെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിലേക്ക് യാത്രയയക്കുന്ന സന്തോഷത്തിലാണ് കൊല്ലം തൃക്കടവൂർ ക്ഷേത്ര ഭരണസമിതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനായ ഗജവീരനാണ് ശിവരാജു. ചെവിയുടെ പ്രത്യേക ഘടനയും ഭംഗിയുമാണ് ശിവരാജുവിനെ മറ്റ് ആനകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കൊല്ലത്തിന്റെ മണ്ണിൽ വളർന്ന ഈ ഗജവീരനെ പൂരങ്ങളുടെ പൂരത്തിലേക്ക് യാത്രയാക്കുന്നതിന് ഒരു ഉത്സവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ തൃശൂർ പൂരത്തിൽ നായകനായി കാണാൻ കാത്തിരിക്കുകയാണ് ആനപ്രേമികൾ. നമുക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. ഞങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തന്നെ അറിയില്ല. ആദ്യമേ ഇതേപോലെ തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ 16 വർഷം മുമ്പാണ് ശിവരാജുവിന് ഇങ്ങനൊരു അവസരം, പാറമേക്കാവിൻ്റെ കൂട്ടാനായിട്ട് നിൽക്കാനൊരു അവസരം 16 വർഷങ്ങൾക്ക് മുമ്പെയാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അവന് തിടമ്പാനയായിട്ട് പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വടക്കുന്നാഥന് മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നൊരു ഭാഗ്യം അവന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ കേരളം മുൻപാട് മൊത്തത്തിൽ ഫാൻ ബേസ് ഉള്ള ഒരു ആനയാണ് തൃക്കടവൂർ ശിവരാജു, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജുട്ടൻ. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ തൃക്കടവൂരപ്പനോടും അതേപോലെ തന്നെ വടക്കുന്നാഥനോടും പാറമേക്കാവ് ഭഗവതിയോടും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഭയങ്കരമായ സന്തോഷവും പ്രാർത്ഥനകളും എപ്പോഴും ഉണ്ട്. എന്നും അവൻ ഇതേപോലെ തന്നെ സന്തോഷമായി ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിഷുവിനെ വരവേറ്റ് വിപണി. നാടും നഗരവും ചുട്ടുപൊള്ളുമ്പോഴും വിഷുവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിന് ഒട്ടും കുറവില്ല. എങ്ങും കൊന്നകൾ പോത്തുലഞ്ഞു നിൽക്കുകയാണ്. കൊന്നപ്പൂക്കൾക്കൊപ്പം മുൻകൂട്ടി തയ്യാറാക്കിയ കണിക്കിറ്റും വിപണിയിലുണ്ട്. ആപ്പിളും മുന്തിരിയും ഓറഞ്ചും പൈനാപ്പിളുമെല്ലാം വിപണിയിൽ വിഷുക്കണി ഒരുക്കാനായി തയ്യാറാക്കിയിട്ടുണ്ട്. വിഷുചന്തകളിൽ 160 രൂപ മുതൽ വിഷുക്കിറ്റ് റെഡിയാണ്. ഹോർട്ടികോർപ്പ് വിപണികളിൽ വിഷുവിന് ആവശ്യമായ കണിവെള്ളരിയും മത്തനും പൈനാപ്പിളും എത്തിയിട്ടുണ്ട്. കണിവെള്ളരിക്ക് കൊല്ലത്ത് 35 രൂപയാണ് കിലോയ്ക്ക് വില. 35 രൂപയ്ക്ക് ഡിസ്കോ മത്തനും 50 രൂപയ്ക്ക് മാങ്ങയും 55 രൂപയ്ക്ക് പൈനാപ്പിളും ലഭ്യമാണ്. പൊതുവിപണിയിലും ഏറെക്കുറെ ഇതേ വിലയാണെങ്കിലും പലയിടങ്ങളിലും വ്യത്യാസങ്ങൾ ഏറെയാണ്. കണിവെക്കാനുള്ള കുഞ്ഞു ചക്കയ്ക്ക് 20 മുതൽ 30 രൂപയാണ് ഈടാക്കുന്നത്. പൂവ് ഇന്നലെ ഞങ്ങൾ പോയി പൂ കളക്ട് ചെയ്ത് വീടുകളിൽ കയറി കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇന്നൊരു വെളുപ്പിന് 6 മണിക്ക് പോയി മരത്തെ കയറി. വലിയ ബുദ്ധിമുട്ടായിരുന്നു, പിച്ചി കൊണ്ടുവരികയാണ്. ഈ വിഷുവിന് മുമ്പേ 1 മാസത്തിന് മുമ്പേ കൊന്ന പൂ പിടിക്കുമായിരുന്നു. പിടിച്ച് ഈ ഒരു മഴ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം പൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് പിടിച്ച് വരുന്ന പൂവാണിത്. രണ്ടാമത് പിടിച്ചതാണിത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് പിരിഞ്ഞ പൂവാണ്. വിൽപ്പന നമ്മൾ ഇവിടെ കഴിഞ്ഞ വർഷം പോലാണ് വിഷുവിന് കിറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം നമുക്ക് 10, 125, 150 കിറ്റിന് മേളിൽ പോയി. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ കിറ്റ് ഒരുക്കിയത്. ഒരു കിറ്റിന് നമ്മൾ 250 രൂപയാണ് വാങ്ങിക്കുന്നത്. അത് 8-9 ഐറ്റം സാധനമുണ്ട്. വഴിയോരങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പനയും തകർക്കുന്നുണ്ട്. വിഷുവിന് കണിയൊരുക്കാനുള്ള വെള്ളരിയും മത്തനും ചവറയിലെ വിവിധങ്ങളായ വിപണികളിലും വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. നാടും നഗരവും ഒന്നടങ്കം
വിഷുവിനെ വരവേൽക്കാനുള്ള ആഘോഷത്തിലാണ്. കൊന്നപ്പൂക്കളും നാടെങ്ങും തന്നെ വിടർന്ന് നിൽക്കുന്നു. വിഷുവിന് ഇപ്രാവശ്യം നമ്മൾ ഒരാഴ്ച മുമ്പേ സാധനങ്ങളൊക്കെ എല്ലാം വന്നു തുടങ്ങി. എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്ക് അത്ര വിലകളൊന്നുമില്ല. കഴിഞ്ഞ ട്രിപ്പൊക്കെ കണിമത്തനും വെള്ളരിക്കൊക്കെ നല്ല വിലയായിരുന്നു, പൈനാപ്പിളൊക്കെ. പക്ഷേ ഇപ്രാവശ്യം എല്ലാം വളരെ ചീപ്പാണ്. നമ്മൾ കിറ്റായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഓരോ സാധനങ്ങളും തൂക്കിയുള്ള ഇതാണ് ചെയ്യുന്നത്. കിറ്റ് കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പം കൂടുതലും കുറവൊക്കെ വരാം. ഇതാകുമ്പോൾ ലാഭമാണ് തൂക്കി വാങ്ങിക്കുന്നത്, ഒരു ഐറ്റം തൂക്കി വാങ്ങിക്കുന്ന ലാഭമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. വിഷു പടിവാതിൽക്കൽ എത്തി നിൽക്കെ വിപണികൾ സജീവം. കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഏറെ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. കണിയൊരുക്കാനായി കണിവെള്ളരി ഉൾപ്പെടെ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിന്റെ ഭാഗമായി കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വിപണിയിൽ സജീവമാണ്. കണിയൊരുക്കാൻ കണിവെള്ളരികൾ ധാരാളമായി വിപണിയിലെത്തിയിരിക്കുന്നു. കിലോയ്ക്ക് 40 രൂപ വരെയാണ് വിലയുള്ളത്. വിഷുവിന്റെ പ്രധാനപ്പെട്ട ഘടകമായ കൊന്നപ്പൂക്കൾക്കും ആവശ്യക്കാർ ഏറെയാണ്. വിപണികളിലും ഇപ്പോൾ കൊന്നപ്പൂക്കൾ ലഭ്യമാണ്. പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത കൊന്നപ്പൂക്കളും ഇപ്പോൾ ഉണ്ട്. കണിയൊരുക്കാനുള്ള വിവിധങ്ങളായ ഫലങ്ങളും വിപണിയിൽ സജീവമാണ്. പൈനാപ്പിളും മാമ്പഴവും ഉൾപ്പെടെ വിവിധ ഇനം ഫലവർഗ്ഗങ്ങളും വിപണിയിലുണ്ട്. ചിലയിടങ്ങളിലാകട്ടെ വിഷുവിന് പ്രത്യേകമായ കിറ്റുകളും തയ്യാറാക്കി നൽകുന്നു. കുടുംബശ്രീകളുടെ നേതൃത്വത്തിലുള്ള വിപണികളിൽ 250 രൂപ നിരക്കിലാണ് വിഷു കിറ്റുകൾ നൽകുന്നത്. എന്തായാലും വിഷുവിനെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ് ഓരോ മലയാളിയും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത ചൂടിലൊരുങ്ങി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെട്ടേക്കും. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് പുലി ഇറങ്ങിയത്. പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നു. ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാക്കൾ മരിച്ചു. കൊല്ലം തേനി ദേശീയപാതയിൽ കുണ്ടറ നാന്തിരിക്കൽ സെന്റ് റീത്താസ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. വെള്ളിമൺ സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത്. എൽനിനോയെ തുടർന്ന് സംസ്ഥാനത്ത് കാലവർഷം കുറയാൻ സാധ്യത. ഇടവപ്പാതി മഴയിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ദീർഘകാല ശരാശരിയുടെ 92% മഴ ലഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.